ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സാധനമാണ് ചെയ്യാൻ പോണത്. നമ്മൾ ക്യാപിറ്റൽ പീക്ക്, നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിലെ ക്യാപിറ്റൽ പീക്കാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോണേ. എൻ്റെ ട്രൂപ്സ് എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്: 10 മൈനസ്, പിന്നെ 3 നമ്മുടെ സ്കെൽട്ടൻ സ്പെൽസും, പിന്നെ ഒരു ലൈറ്റിംഗ് സ്പെല്ലും. ഓക്കെ, ഇതിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോണേ. ഏത് ബേസ് വേണമെങ്കിലും നമുക്ക് 2 അറ്റാക്ക് കൊണ്ടുവരുന്ന നല്ല സിമ്പിളായിട്ട് 3 സ്റ്റാർ കിട്ടും. അപ്പോൾ നേരെ തന്നെ നമ്മൾ ബലൂൺ ലഗും എടുക്കുന്നു, അറ്റാക്ക് കൊടുക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. സിമ്പിൾ മെത്തേഡാണ്. കറക്റ്റായിട്ട് ഓരോന്നും സ്കെൽട്ടൽ സ്പെല്ലും കറക്റ്റായിട്ട് ഇട്ട എല്ലാം കാര്യങ്ങളും സെറ്റാക്കുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു സ്കെൽട്ടൽ സ്പെല്ല് ഇട്ടു, നമ്മുടെ ഇവിടെ ഒരെണ്ണം ഇട്ടു, പിന്നെ ഇവിടെ ഒരെണ്ണം ഇട്ടു. ഓക്കെ, ഒന്ന് പയ്യെ പയ്യെ ഓരോ മൈനസ് വെച്ച് ഞാൻ ഇറക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു ക്ലീനപ്പിന് വേണ്ടി അവിടെ ഒരെണ്ണം ഇറക്കി. ചില മൈനസ് നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അത് പൊട്ടും. ഇവിടെ മൈനസ് ചാവുമ്പോൾ ഒരു ബോംബുണ്ട്. ആ ബോംബ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. സോ അതിനനുസരിച്ച് വേണം നമ്മുടെ അറ്റാക്ക് മുമ്പോട്ട് പോകാൻ. ഓക്കെ, ആ ഏരിയയ്ക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. വീണ്ടും ഇവിടെ ഒരെണ്ണം ഇറക്കി. നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു 2 മൈനസ് ഉണ്ട്. ജസ്റ്റ് ഹോൾഡിങ്, എന്നിട്ട് കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ ഓരോ ബിൽഡിങ്ങിന് നേരെ ഇറക്കുകയാണ് ഗൈസ്. ഓക്കെ, അവിടെ എത്തിയിട്ടില്ല. ഇനി ഒരു ലൈറ്റിംഗ് സ്പെല്ലുണ്ട്, അത് ഞാൻ ചുമ്മാ അവിടെ ഒരു സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മൈനസ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാപിറ്റൽ പീക്ക് മൈനസിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസിനെ ഇറക്കി വിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ മീനെ. അത്യാവശ്യം കുറച്ച് ലാഗിങ് അറ്റാക്കാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അധികം ആരും ഇങ്ങനെ കളിക്കാറില്ല ഈ പേസ്. ഓക്കെ ഗൈസ്, നമുക്ക് മൈനസിൻ്റെ ബോംബ് ഭയങ്കര ഡാമേജാണ് കൊടുക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ആ ബിൽഡിംഗ് ഒക്കെ പൊട്ടിക്കുന്നത്. ഇത് ഇനി ആരും ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നേരെ നമ്മുടെ രണ്ടാമത്തെ അറ്റാക്കിലൂടെ തന്നെ നമുക്ക് അടുത്ത നല്ലപോലെ ആ ബേസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നേരെ അറ്റാക്ക് ചെയ്യുന്നു. സെയിം ട്രൂപ്പാണ്. ഇനി നമ്മുടെ സ്കെൽട്ടൽ സ്പെല്ല് ഞാൻ ഇടാൻ പോകുന്നത് അടുത്ത ഇവിടുത്തെ ഈ നമ്മുടെ ആർട്ടിലറി ആ സാധനത്തിന് എന്തോ പറയും ഗൈസ്, ആ സാധനം. പിന്നെ ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ പയ്യെ ഓരോ മൈനസായിട്ട് പയ്യെ ഇറക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ ഇൻഫർമോയുടെ അടുത്ത് 2 ഇറക്കി. പിന്നെ ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റിംഗ് കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ ടാർഗറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. വീണ്ടും ഓരോ മൈനസ് ചെറുതായിട്ട് വെച്ച് ഇറക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരെണ്ണം ഇറക്കി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ബേസ് പെട്ടെന്ന് തന്നെ വളരെ വേഗം നല്ലൊരു 3 സ്റ്റാർ കിട്ടേണ്ടതാണ്. സിമ്പിൾ മെത്തേഡാണ്. മൈനസ് ഇറക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. 2 അറ്റാക്കിലൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല 3 സ്റ്റാർ കിട്ടും. ഓക്കെ, പക്ഷേ കുറച്ച് ലാഗിങ് ഉണ്ട് ഗൈസ്, അതാണ് കുറച്ച് ടാസ്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമുക്ക് 2 അറ്റാക്ക് ഉപയോഗിച്ച് നമ്മൾ നല്ലപോലെ ഒരു ബേസിനെ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇനി നേരെ തന്നെ നമുക്ക് വേറെ ബേസ് നോക്കാം. വേറെ നമുക്ക് ബിൽഡർ വർക്ക്ഷോപ്പ് വെച്ചാണ് അറ്റാക്ക് ചെയ്യാൻ പോണേ. ഈ ബേസൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബേസിക്കലി നമുക്ക് എന്തായാലും അറ്റാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ നമ്മുടെ എക്സ്പോ പോലത്തെ ഈ സാധനത്തിൻ്റെ അകത്താണ് ഞാനൊരു നമ്മുടെ സ്കെൽട്ടൻ ഇട്ടത്. പിന്നെ അടുത്ത സ്കെൽട്ടൻ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരെണ്ണം നമ്മുടെ ഇവിടെയും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓരോ മൈനസ് വെച്ച് വേണം ഇറക്കാൻ. ഇവിടെ കുറച്ച് നോക്കി അതിൻ്റെ ഡയറക്ഷൻ നോക്കി വേണം ഇറക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനസ് പൊട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ബിൽഡിങ്സും സറൗണ്ടിങ് ബിൽഡിങ്സും പോകണം. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു മൈനർ ഇറക്കി. ആ മൈനസ് അവിടെ അത്യാവശ്യം നല്ലപോലെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഏരിയ ഒന്ന് നല്ലപോലെ നോക്കുക. ഈ വിസാ ടവറിൻ്റെ അവിടെ വീണ്ടും ഒരു മൈനർ ഇറക്കി. അവിടെ ഒരെണ്ണം ഇറക്കി. ഇവിടുത്തെ മൈനസ് അത്യാവശ്യം നല്ലപോലെ ഡാമേജ് ചെയ്യും. നമുക്ക് നോക്കാം ഗൈസ്, നോക്കിക്കോ. കണ്ടോ, ആ ഏരിയ കംപ്ലീറ്റ് നല്ലപോലെ ഒരു പൊട്ടലാണ് അവിടെ കിട്ടിയത്. ഓക്കെ, പെർഫെക്റ്റ് ആണ്. അവിടെ ഒരു മൈനർ, വീണ്ടും ഇവിടെ ഒരു മൈനർ ഇറക്കണം. ഓക്കെ, ഒരു മൈനർ ഇറക്കി ഒരു ലൈറ്റിംഗ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഏകദേശം നമ്മുടെ മേജർ ഡിഫൻസ് ഒക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓക്കെ, അത് നല്ല ഡാമേജ് കിട്ടി. ഇവിടെയും നല്ല ഡാമേജ് ഉണ്ട്. ഇവിടുത്തെ ബിൽഡിങ്സ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെയും നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഹോളൊക്കെ പൊട്ടി. ഓക്കെ, എല്ലാം ഇപ്പോൾ ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അറ്റാക്ക് പോയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, നല്ലപോലെ ഒരു 51% നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ നല്ലൊരു 51 കിട്ടി. ഇനി നേരത്തെ നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് ചെയ്യുന്നു. മൈനർ പ്ലസ് സ്കെൽട്ടൻ സ്പെൽ കോംബോയാണ്. സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത സ്കെൽട്ടൻ സ്പെൽ ഇടാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഒരെണ്ണം ഇട്ടു. പിന്നെ അത് ഇവിടെ ആ ഏരിയയിൽ ഒരെണ്ണം. ആ ഏരിയയിൽ ഞാൻ 2 ഇടുകയാണ് ഗൈസ്. അപ്പോൾ ഒരു മൈനർ ഇവിടെ ഇറക്കി, ഒരു മൈനർ ഇവിടെ ഇറക്കി, അടുത്തൊരു മൈനർ ഇവിടെ ഇറക്കി. ബേസിക്കലി നമുക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. വാൾ ബ്രേക്കർ വേണമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഇതിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു 3 സ്റ്റാർ കിട്ടേണ്ട ബേസാണ്. നമുക്ക് ഈ സ്മാഷ് ഓക്കെ, ക്രഷറിന് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. ക്രഷറിന് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൈനസിന് ഇറക്കാം ഈ സൈഡ്. ഓക്കെ, അവിടെ അത്യാവശ്യം നമ്മുടെ മൈനസൊക്കെ നല്ലപോലെ പോയി എത്തിയിട്ടുണ്ട്. നല്ലപോലെ ഡാമേജ് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ക്രഷറും കൂടെ പൊട്ടി. ഓക്കെ ഗൈസ്, ബെസ്റ്റ്. ഇനി നമ്മുടെ പയ്യെ ഓരോ മൈനസായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്, ഇപ്പുറത്തുമായിട്ട്. സോ ഇനി നമുക്കൊന്നുമില്ല, ജസ്റ്റ് അറ്റാക്ക് നോക്കുക. ഈ ഏരിയയിൽ നമ്മുടെ മൈനർ ഉണ്ടോ? മൈനർ അത്യാവശ്യം അറ്റാക്ക് നല്ലപോലെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ബേസ് ഡിഫൻസ് ആ കോൺസെൻട്രേറ്റഡ് ഏരിയ നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈനസ് കൊള്ളാം ബേസിക്കലി. ഞാനിവിടെ ഒരു ലൈറ്റിംഗ് ഇടയാണ്. ആ 2 ബിൽഡിംഗ് പൊട്ടി. ഓക്കെ, അവിടെ നിന്ന് മൈനസ് വരുന്നു, ഇവിടെ നിന്ന് മൈനസ് പോകുന്നു. അത്യാവശ്യം നല്ലപോലെ തന്നെയാണ് ഡാമേജ് കൊടുക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് 2 അറ്റാക്കും കൂടെ ഉണ്ട്. ഒരു ബേസും കൂടെ നമുക്ക് നല്ലപോലെ ഒരു 3 സ്റ്റാർ എടുക്കാം. ഡ്രാഗൺ ക്ലിഫാണ് എടുക്കാൻ പോണേ. ഇത് കുറച്ച് നമ്മളെല്ലാം പേടിക്കാൻ ഒരു ബേസാണ് ഈ ബേസ്. ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് 1 2 3 4 5 6 ഡ്രാഗൺസ് ഉണ്ട്. സോ നമുക്ക് ഭയങ്കര ടാസ്ക് പിടിച്ച ഒരു അറ്റാക്കാണ്. പക്ഷേ മൈനർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഒരു സ്കെൽട്ടൻ ഇട്ടു, ഇവിടെ ഒരു സ്കെൽട്ടൻ ഇട്ടു, പിന്നെ നമ്മുടെ ഇവിടെ ഒരെണ്ണം ഇട്ടു. ഓക്കെ, ഞാൻ ഒരു മൈനർ ഇവിടെ ഇറക്കി, ഒരു മൈനർ അപ്പുറത്ത്, ഒരു മൈനർ ഇവിടെ.
ബേസിക്കലി നമുക്ക് ആ ബിൽഡിംഗ് ഡൗൺ ആവാൻ വേണ്ടി നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ മൈനറുടെ കറക്റ്റ് പൊസിഷനിൽ ഇറക്കേണ്ട. അവിടെ ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട് ഗൈസ്, ഇവിടെ ഒരെണ്ണം ഇറക്കി. നമ്മുടെ എക്സ്പോർട്ട് ടവർ പോലത്തെ ആ സാധനത്തിന് ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്. പയ്യെ പയ്യെ ഓരോന്നായിട്ട് വെച്ച് ഇറക്കുകയാണ്. ആ ഡ്രാഗനൊക്കെ ഓക്കെ, ജസ്റ്റ് ഒരു ഡ്രാഗൻ സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ്. വീണ്ടും ഇവിടെ ഒരു മൈനർ ഇറക്കി. നമുക്ക് ഇനി 2 മൈനേഴ്സും കൂടെ ഉണ്ട്. ഒരു മൈനർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഒരു മൈനർ അവിടെ ഇറക്കി. ഓക്കെ, പെർഫെക്റ്റ് ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് എന്തായാലും അത്യാവശ്യം നല്ലപോലെ നല്ലൊരു ഡാമേജ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ മൈനസ് സ്റ്റിൽ ലൈവ് ആണ് അവിടെ. ഓക്കെ, ഒരു ലൈറ്റിനിങ് അവിടെ ഇട്ടു. ഓക്കെ, ഗുഡ്. അവിടെ പെട്ടെന്ന് തീരും. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് അറ്റാക്കിൽ ഒരു 46 ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സെക്കൻഡ് അറ്റാക്കിൽ എന്ത് വന്നാലും നമുക്കൊരു 3 സ്റ്റാർ കിട്ടേണ്ട ബേസാണ്. നമുക്ക് എന്തായാലും നോക്കാം, ട്രൈ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ സ്കെൽറ്റൽ സ്പെൽ ഇടാൻ പോകുന്നത് ഇതാ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ നമുക്ക് ഇവിടെ ഒരെണ്ണം ഇടാം ഗൈസ്. ഓക്കെ, എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു മൈനർ ഇവിടെ ഇറക്കി, ഒരു മൈനർ ഇവിടെ ഇറക്കി, ഒരു മൈനർ അപ്പുറത്ത് ഇറക്കി. സോ ബേസിക്കലി എല്ലാം നല്ലപോലെയാണ് പോകുന്നത്. അത്യാവശ്യം കുറച്ച് ഇതാ വീണ്ടും ഒരു മൈനർ ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം എൻ്റെ ഫോൺ കുറച്ച് ലാഗ് ആവുന്നുണ്ട്. അത് ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. നമുക്ക് മൊത്തം ഇനി 6 മൈനസ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു മൈനറും കൂടെ കുത്തി ഇറക്കിയിട്ടുണ്ട്. വീണ്ടും അപ്പുറത്തൊരു മൈനർ, ഇവിടെ ഒരു മൈനർ, ഇവിടെ ഒരു മൈനർ, വീണ്ടും ഇവിടെ ഒരു മൈനർ. ഇനി ഒരു മൈനർ ഞാൻ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇനി ആ ബേസ് ഡൗൺ ആവുന്ന നമുക്ക് നോക്കാം. ഒരു ലൈനിങ് ഒക്കെ അവിടെ 2 ബിൽഡിംഗ് പൊട്ടിച്ചു. സോ ബേസിക്കലി സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ നോക്കി പയ്യെ ഇറക്കിയാൽ മതി. പെട്ടെന്ന് ചാടിക്കറി ഇറക്കരുത്. പയ്യെ ഇറക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നല്ലപോലെ അത്യാവശ്യം ഡാമേജ് കിട്ടും, ഐ ഗസ്. സോ ഓക്കെ, നമ്മുടെ മൈനസൊക്കെ അത്യാവശ്യം ഷിറ്റ് ഉണ്ടോ? മൈനസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ഗൈസ്. നമ്മുടെ മൈനസ് എല്ലാം കൂടെ കൂട്ടത്തോടെ പോകുന്നത് അത്യാവശ്യം നല്ല പോസിറ്റീവ് റിസൾട്ട് അല്ല കിട്ടേണ്ടത്. ഓക്കെ, മൈനസ് കൂട്ടത്തോടെ പോകുന്നത് അത്യാവശ്യം കുറച്ച് റിസ്ക്കാണ്. ഡ്രാഗൻ്റെ ഒരു വെടി തന്നെ നമ്മുടെ മൈനസ് എല്ലാം ചാവും. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ചത്ത് അവിടെ ഒരു 2 മൈനർ ചത്തിട്ടുണ്ട് ഗൈസ്, കുഴപ്പമില്ല. നേരെ തന്നെ നമ്മുടെ മൈനസ് നല്ല മുമ്പോട്ട് കുതിച്ച് പോവുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ആ മൈനസ് പോയി. ഇവർ കൂട്ടത്തോടെ ചെയ്യണത് കുറച്ച് ടാസ്ക്കാണ്. എൻ്റെ മൈനസ് എല്ലാം ചത്തുന്നു. ഓക്കെ, അവിടെ ചവത്. ഓക്കെ, ഒന്നും കൂടെ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. യെസ് ഗൈസ്, യെസ്, സിമ്പിൾ കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ട്. ഈ മൈനസ് എല്ലാം കൂടി വന്നാലാണ് ഒരു ചെറിയൊരു പ്രശ്നം ഈ ബേസിൽ. അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് 3 സ്റ്റാർ കിട്ടും. ഡ്രാഗൻ, നമ്മുടെ ഈ ഡ്രാഗൻ ആൻഡ് പേരുണ്ടല്ലോ. ഓക്കെ, ഈ ഡ്രാഗൻ ക്ലിഫിൽ നല്ല ബെസ്റ്റ് മെത്തേഡാണ്. ഈ 10 മൈനസും പിന്നെ സ്കെൽറ്റൻ സ്പെല്ലും ഇട്ടാൽ നമുക്ക് 2 അറ്റാക്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ബേസിൽ അടിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു വെറൈറ്റി സാധനമാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി ക്യാപിറ്റൽ ബേസിനെ കുറിച്ചൊന്നും നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ടാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. നോക്കി കണ്ടു കളിക്കുക. ബൈ ഗൈസ്.